ഹായ് നമസ്കാരം. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ നമ്മൾ വല്ലാതെ കുഴിപ്പിക്കാറുണ്ടല്ലേ? പ്രത്യേകിച്ച് ഈ സോറി, എക്സ്ക്യൂസ് മീ, പാർഡൻ മീ പോലുള്ളവ. എവിടെ എപ്പോഴാണ് ഇതൊക്കെ കൃത്യമായി ഉപയോഗിക്കേണ്ടത്? ഇന്നത്തെ ഈയൊരു വിവരണത്തിൽ നമുക്ക് ആ സംശയങ്ങളൊക്കെ അങ്ങ് തീർക്കാം. അപ്പൊ തുടങ്ങിയാലോ? ഇവിടെയാണ് ശരിക്കും പ്രശ്നം തുടങ്ങുന്നത്. മലയാളത്തില് നമ്മൾ മിക്കവാറും എല്ലാ സാഹചര്യങ്ങളിലും ഉപയോഗിക്കുന്ന ഒരൊറ്റ വാക്ക് ക്ഷമിക്കണം. പക്ഷെ ഇംഗ്ലീഷിലോ? അവിടെ കഥ മാറും. സോറി, എക്സ്ക്യൂസ് മീ, പാർഡൻ മീ എന്നിങ്ങനെ 3 വാക്കുകളുണ്ട്. ഇവ ഓരോന്നും എപ്പോഴാണ് കൃത്യമായി ഉപയോഗിക്കേണ്ടത്? പേടിക്കേണ്ട, നമുക്കിത് സിമ്പിളായിട്ടൊന്ന് പഠിച്ചെടുക്കാം. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. അതായത് മാപ്പ് പറയേണ്ട സാഹചര്യം. ഒരു തെറ്റ് പറ്റിപ്പോയാൽ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ശരിയായി ക്ഷമ ചോദിക്കേണ്ടത്? അതുപോലെ മറ്റൊരാൾ നമ്മളോട് ക്ഷമ ചോദിച്ചാൽ എന്ത് മറുപടി കൊടുക്കണം? നമുക്ക് നോക്കാം. സോറി എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? വളരെ സിമ്പിളാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ നടന്നു പോകുമ്പോൾ അറിയാതെ ഒരാളുടെ കാലിൽ ചവിട്ടി എന്ന് വെക്കുക. അപ്പൊ തന്നെ എന്തു പറയണം? സോറി. അത്രയുള്ളൂ. നമ്മുടെ തെറ്റ് സമ്മതിക്കാനും അതിൽ ഖേദം പ്രകടിപ്പിക്കാനും വേണ്ടിയാണിത്. ഇനി ഈ സോറിയും ഐ എം സോറിയും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്നല്ലേ? സോറി എന്നത് നമ്മൾ സാധാരണ സംഭാഷണങ്ങളിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ്. പക്ഷേ ഐ എം സോറി എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ആത്മാർത്ഥതയുണ്ട്, ഒരു ഫീലുണ്ട്. ഇപ്പോ നിങ്ങളുടെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്നും ഒരു വിലപ്പെട്ട സാധനം താഴെ വീണ് പൊട്ടിപ്പോയെന്ന് കരുതുക. അവിടെ സോറി എന്ന് പറയുന്നതിലും നല്ലത് ഐ എം സോറി എന്ന് പറയുന്നതാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ വിഷമം അവർക്ക് ശരിക്കും മനസ്സിലാകും. ശരി, ഒരാള് നമ്മളോട് സോറി പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് തിരിച്ചു പറയും? ഏറ്റവും എളുപ്പമുള്ള മറുപടിയാണ് ഇറ്റ്സ് ഓക്കെ. അതിന്റെ അർത്ഥം കുഴപ്പമില്ല അല്ലെങ്കിൽ സാരമില്ല എന്നൊക്കെയാണ്. വേണമെങ്കിൽ നോ പ്രോബ്ലം എന്നും പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോഴേ അവർക്കൊരാശ്വാസമാവും, സംഭാഷണം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ സോറിയുടെ കാര്യം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ വലിയ കൺഫ്യൂഷനിലേക്ക് പോകാം. എക്സ്ക്യൂസ് മീ, പാർഡൻ മീ, ഇത് രണ്ടും എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക? ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കോ. നമ്മുടെ എല്ലാ സംശയങ്ങളും ഇത് തീർത്തു തരും. നോക്കൂ, ആദ്യത്തേത് സോറി. എന്തിനാണത്? നമ്മൾ പഠിച്ചതുപോലെ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ. ഇനി രണ്ടാമത്തേത് നോക്കൂ, എക്സ്ക്യൂസ് മീ, ഒരാളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ. ഇപ്പൊ നിങ്ങൾ ഒരു തിരക്കുള്ള വഴിയിൽ നിൽക്കുകയാണ്, ഒരാളോട് വഴി ചോദിക്കണം. അപ്പൊ എന്തു പറയും? എക്സ്ക്യൂസ് മീ. അല്ലെങ്കിൽ ആരുടെയെങ്കിലും മുന്നിലൂടെ നടന്നു പോകണമെങ്കിലും ഇതുപയോഗിക്കാം. ഇനി മൂന്നാമത്തേത് പാർഡൻ മീ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളത് ശരിക്ക് കേട്ടില്ല എന്ന് വെക്കാം. ഒന്നുകൂടെ പറയാമോന്ന് ചോദിക്കാനാണ് പാർഡൻ മീ എന്ന് പറയുന്നത്. കണ്ടോ, മലയാളത്തില് ഒറ്റ വാക്ക്, പക്ഷെ ഇംഗ്ലീഷില് ഓരോ സന്ദർഭത്തിനും ഓരോ വാക്ക്. അപ്പോ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ഒരു സംഭാഷണം മനോഹരമാക്കാം എന്ന് നോക്കിയാലോ? അപേക്ഷകളും നന്ദി പറയുന്നതും അതിനുള്ള മറുപടിയുമൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഒരു സംഭാഷണത്തിന്റെ ഒരു ഒഴുക്ക് നോക്കൂ. ഒന്നാമതായി നമ്മളൊരു സഹായം ചോദിക്കുമ്പോൾ എപ്പോഴും പ്ലീസ് എന്ന് ചേർക്കുന്നത് നല്ലതാണ്. കെൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കുന്നതിലും എത്ര നല്ലതാണ് കെൻ യു ഹെൽപ്പ് മീ പ്ലീസ് എന്ന് ചോദിക്കുന്നത്. ശരിയല്ലേ? ഇനി ആ സഹായം കിട്ടിക്കഴിഞ്ഞാലോ? തീർച്ചയായും നമ്മൾ താങ്ക് യു എന്ന് പറയണം. അപ്പോ അവൾ തിരിച്ചെന്തു പറയും? യു വെൽക്കം. ഇതൊരു കംപ്ലീറ്റ് സൈക്കിൾ പോലെയാണ് അല്ലേ? സംഭാഷണം പൂർണ്ണവും മനോഹരവുമാകും. ചില സമയത്ത് വെറുമൊരു താങ്ക് യു മതിയാവില്ല. നമുക്ക് കിട്ടിയ സഹായം അത്രയും വലുതാണെങ്കിൽ കുറച്ചുകൂടി ഊന്നൽ കൊടുക്കാൻ താങ്ക്സ് എ ലോട്ട് എന്ന് പറയാം. അതായത് വളരെ നന്ദിന്ന്. ഇത് നമ്മുടെ നന്ദി എത്രത്തോളം വലുതാണെന്ന് കാണിക്കും. കൊള്ളാം. നമ്മളിപ്പോ അത്യാവശ്യം വേണ്ട കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി മറന്നു പോകാതിരിക്കാൻ നമുക്ക് ഇതെല്ലാം കൂടി വേഗത്തിലൊന്നുകൂടെ നോക്കിയാലോ? ഒരു ക്വിക്ക് റിവിഷൻ. റെഡിയല്ലേ? ഒന്നുകൂടെ ഓർത്തെടുക്കാം. തെറ്റുപറ്റിയാൽ സോറി. കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഐ എം സോറി. ഒരാളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണെങ്കിൽ എക്സ്ക്യൂസ് മീ. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാൻ പാർഡൻ മീ. ആരെങ്കിലും സോറി പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. എന്തെങ്കിലും ചോദിക്കാൻ പ്ലീസ് ഉപയോഗിക്കാം. നന്ദി പറയാൻ താങ്ക് യു. അതിന് മറുപടിയായി യോ വെൽക്കം. ഇത് മനസ്സിലങ്ങ് ഉറപ്പിച്ചോളൂ കേട്ടോ. അപ്പോ ഈ പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്കുള്ള ഒരു ചെറിയ ചോദ്യം. ഇതുപോലെ സംഭാഷണങ്ങളിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട പ്രയോഗം ഏതാണെന്ന് പറയാമോ? ഒരു ചെറിയ ക്ലൂ തരാം. മേ ഐ ഹെൽപ്പ് യു. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഇംഗ്ലീഷ് സംഭാഷണങ്ങൾ ഇനിയും മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും. അപ്പോ നന്നായി പരിശീലിക്കുക, നല്ല ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക. നന്ദി.